അനാവശ്യമായിട്ട് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പുരുഷന്മാർ ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കണോ വേണ്ടയോ എന്നുള്ളത്. ആദ്യം ഞാൻ വിചാരിച്ചത് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയണ്ട എന്നാണ്. കാരണം വിശ്വാസവും ആചാരവും അത് വിശ്വാസികൾക്കുള്ളതാണ്, അല്ലാതെ അന്ധവിശ്വാസം പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർക്കുള്ളതല്ല. ഇനി ഒരുവൻ തൻ്റെ അഭിപ്രായം പറയുന്നു എങ്കിൽ ആദ്യം താനൊരു ഹിന്ദുവാണ്, താനൊരു ഹിന്ദുമത വിശ്വാസിയാണ് എന്ന് പറയുവാനുള്ള ആർജവം കാണിക്കണം. അല്ലാതെ കണ്ട അന്ധനും അടകോടനും കയറി അഭിപ്രായം പറയുവാനുള്ള ഒരു ഇടമല്ല ഹിന്ദുമത വിശ്വാസം എന്നത്. അമ്മായിയപ്പൻ്റെ ബലത്തിൽ അന്യമതസ്ഥനായിട്ടുള്ള മരുമോൻ പറഞ്ഞു ഗണപതി മിത്താണെന്ന്. ദാ ഇപ്പോൾ അമ്മായിയച്ഛനും അതേപോലെ തന്നെ വിശ്വാസികളെയും ആചാരങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കായി. ഇതുപോലെ തുടർന്നു കഴിഞ്ഞാൽ കേരളത്തിലെ വിശ്വാസികൾ വാമൂടി കെട്ടിയിരിക്കുന്നവരായി കരുതും. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹിന്ദുമത വിശ്വാസികൾ, സനാതനധർമ്മ വിശ്വാസികൾ അവരുടെ ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ചുകൊണ്ടോ അല്ലാതെയോ കയറണമെന്ന ഒരു തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ക്ഷേത്ര ആചാരങ്ങളിൽ നിങ്ങൾ ഷർട്ട് ഇടണം എന്നോ ഇടരുത് എന്നോ പറഞ്ഞിട്ടുമില്ല. സനാതനധർമ്മ ആചാരങ്ങൾ രണ്ട് തരത്തിലാണ് പൊതുവായിട്ടുള്ളത്. ഒന്ന് സ്ഥായിയായിട്ടുള്ളതും മറ്റത് സഞ്ചാരിയായിട്ടുള്ളതും. ഈ സ്ഥായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മാറ്റമില്ലാത്തത്, സഞ്ചാരി എന്ന് പറഞ്ഞ ആ വാക്ക് പോലെ തന്നെ കാലത്തിനും ദേശത്തിനൊക്കെ അനുസരിച്ച് മാറുന്നത്. അപ്പോൾ ഈ ഷർട്ടിൻ്റെ കാര്യവും കാലദേശം അനുസരിച്ച് മാറുന്നതാണ്. തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ, അതായത് ഹിമാലയം, ബദ്രിനാഥ്, കേദർനാഥ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ശ്രീകോവിലിനുള്ളിൽ പോലും തണുപ്പിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് കോട്ട് പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്. അത്തരം വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത്. അതേസമയം ക്ഷേത്രങ്ങളിൽ ചൂട് കൂടുതലുള്ള കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഷർട്ട് ഊരിയിട്ടാണ് ക്ഷേത്രത്തിനകത്ത് കയറുന്നത്. തമിഴ്നാട്ടിൽ ഷർട്ട് ധരിച്ച് കയറാവുന്ന ക്ഷേത്രങ്ങളുണ്ട്. ശബരിമലയിൽ പോകുന്ന സ്വാമിമാർ ഷർട്ട് ധരിക്കാറുമുണ്ട്. ആചരണങ്ങൾ അങ്ങനെയാണ്. ഈ ഷർട്ട് ഊരുന്നതിന് ഒരു പ്രധാന കാരണം, നമ്മൾ ഷർട്ട് ഇടാൻ തുടങ്ങിയിട്ട് ഒരു 100 വർഷമേ ആയിട്ടുള്ളൂ കേരളത്തിലെ നേരിയത് പുതച്ചുകൊണ്ടിട്ടാണ് നമ്മൾ നടന്നിരുന്നത്. വസ്ത്രം ധരിച്ചു തുടങ്ങിയിട്ട് തന്നെ എത്ര കാലമായി? ഷർട്ട് ധരിക്കുന്ന സമ്പ്രദായം മലയാള നാട്ടിൽ സാർവത്രികമായത് എന്നു മുതലാണ് എന്ന് ചരിത്രബോധം ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഇത്തരം ഇച്ഛാഭംഗങ്ങളൊക്കെ തോന്നുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് നമുക്ക് ഷർട്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നാം ഷർട്ട് ധരിച്ചിരുന്നുമില്ല. ഷർട്ട് വന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന രീതി തന്നെ ആചരണങ്ങളിൽ തുറന്ന് പോരുന്നതാണ്. അത് കാരണം നമ്മുടെയൊക്കെ കാരണവന്മാർ അങ്ങനെ നിർദ്ദേശിച്ചു, അത് നമ്മൾ അനുസരിക്കുന്നു, പിന്തുടരുന്നു. അതാണ് അതിൻ്റെ സത്യം. ഇനി നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഒരു ബോർഡ് വെച്ചിരുന്നു, അന്യമതസ്ഥർക്ക് ഇവിടെ പ്രവേശനമില്ല എന്നാണ്. ഓർക്കണം, ക്ഷേത്രം ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയതും ഈഴവ സമുദായത്തിൻ്റെ ഭരണത്തിന് കീഴിലുള്ളതുമാണ്. ഒരിക്കൽ സ്വാമി നിത്യചൈതന്യമായി അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിനോട് അവിടെയുള്ള പുരോഗമനവാദികളെന്ന് മേനി നടക്കുന്ന കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഈ ബോർഡ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതെടുത്ത് മാറ്റണം എന്ന് പറഞ്ഞു. സ്വാമി പുരോഗമന വീക്ഷണമുള്ള ആളാണ്. അദ്ദേഹം ക്ഷേത്രത്തിൽ പോയി തിരികെ വന്നു, പറഞ്ഞു അത് അങ്ങനെ തന്നെ കാലങ്ങളായിട്ട് അവിടെ ഇരിക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നോട്ടെ, നമ്മളിപ്പം അതിന് വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പോകണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം തിരികെ പോയി. ഈ ബോർഡിന് പുറകിൽ ഒരു പശ്ചാത്തലമുണ്ട്. അന്യമതസ്ഥരായിട്ടുള്ള ചിലർ ഉത്സവത്തിന് വരും. അവർ വരികയും ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് പെരുമാറുകയും അതുപോലെ തന്നെ പല രീതിക്കുള്ള അലമ്പുണ്ടാക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നിട്ടാണ് അങ്ങനെ ഒരു ബോർഡ് അവിടെ സ്ഥാപിച്ചത്. അപ്പോൾ ആ ബോർഡ് എടുത്തു മാറ്റിയാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? പഴയ കുറ്റവാളികൾ വീണ്ടും വരും, അതൊരു ശല്യമാകും. ഈ നമ്മളിപ്പോൾ കാണുന്ന കാടാമ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ, ഗുരുവായൂരിൽ ഉണ്ടായതുപോലെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടായതുപോലെ ഇതുപോലെയൊക്കെ സംഭവിക്കും. ഇതറിയാത്തവരാണ് എല്ലാം മാറ്റണം എന്ന് പറയുന്നത്. നമ്മൾ ഒരു ആചാരം കൊണ്ടു നടക്കുന്നതല്ലേ, അതങ്ങ് തുറന്നു വയ്ക്കോട്ടെ. ചിലപ്പോൾ അതൊരു പക്ഷേ അൺസയൻറ്റിഫിക് ആയിരിക്കാം, ആയിക്കോട്ടെ, കുഴപ്പമില്ല, അത് വിവാദമാക്കാതെ അതങ്ങ് വെക്കോട്ടെ. ഇപ്പോൾ ഏറ്റവും അധികം ആൾക്കാർ ജീവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗ്രേറ്റ് ബ്രിട്ടീഷ്, അവിടുത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു റാന്തൽ വിളക്കുമായിട്ട് പാർലമെൻറ്റിലെ മൂലയിലൊക്കെ ആൾക്കാർ നടക്കുന്ന ഒരു ചടങ്ങുണ്ട്. അവരിത് ഇപ്പോഴും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ഇത് എപ്പോഴോ തുടങ്ങിയത്, പണ്ട് കാലത്ത് വൈദ്യുതി ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇരുളിലൊക്കെ വല്ല നായയോ നരിയോ ഇഴജന്തുക്കളോ വല്ലതും ഒളിപ്പിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ആചാരമാണ്, ഒരു പരിപാടിയാണ്. അവരിത് ഇന്നും തുടരുകയാണ്. എന്തിനാണ്? ഇന്നിപ്പോൾ അത് തുടരുന്ന ഒരാവശ്യവുമില്ല, ഇല്ലേ? സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ട്, നിരീക്ഷണ ക്യാമറകളുണ്ട്, സെൻസറുകളുണ്ട്. എന്നിട്ടും അവരത് തുടർന്നു പോരുകയാണ്. അത് ചെയ്യുന്നതിൻ്റെ കാരണം അവരുടെ പാരമ്പര്യമാണ്. അതുപോലെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഷർട്ടിൻ്റെ കാര്യവും. ഒരു കാലത്ത് ഷർട്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ധരിച്ചിരുന്നില്ല.
അങ്ങനെ അത് ഒരു ആചാരമായി മാറിയെങ്കിൽ അത് എത്ര അൺസയൻറ്റിഫിക് ആയെന്നാലും അത് തുടർന്ന് പോയെന്നാൽ പോരെ, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. ഇതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ കരണ്ട, അത്രയേ ഉള്ളൂ. ഇനി അത് മാറ്റണം എന്നുണ്ടെങ്കിൽ കുറേ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ കൂടിച്ചേർന്ന് ആലോചിച്ച് തീരുമാനമെടുക്കട്ടെ. അതുപോലെ തന്നെ ശബരിമല സ്ത്രീ പ്രവേശനം, അതല്ലേ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ശരി എന്ന് പറയുന്നത് അതല്ലേ. പഴയ കാലത്ത് പൂണൂൽ കണ്ട് ജാതി തിരിച്ചറിയാനാണ് ഉടുപ്പ് ഊരി ക്ഷേത്രത്തിൽ കയറാൻ നിഷ്കർഷിച്ചതെന്നത് എല്ലാ വിഷയങ്ങളിലും ജാതി വിദ്വേഷ സാധ്യത കാണുന്ന ചില മലിന മനസ്സുകളുടെ സങ്കുചിതവും അതുപോലെ തന്നെ ദുഷ്ടചിന്തകളും വിഡ്ഢിത്ത ജൽപ്പനകളുമാണ് ഇതിലെ അല്പന്മാരുടെ വിവരദോഷത്തിന് തെളിവായി നാം മനസ്സിലാക്കേണ്ടുന്നത്. സനാതനധർമ്മ വിശ്വാസത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും തിരുത്തലുകൾ വരുത്തേണ്ടുന്നതും രാഷ്ട്രീയക്കാരല്ല, വിശ്വാസികളും അന്ധവിശ്വാസികളുമല്ല, അന്യമതസ്ഥരുമല്ല. അതിന് സനാതനധർമ്മ വിശ്വാസികളും ആചാര്യന്മാരും ഇവിടെയുണ്ട്, അതുപോലെ തന്നെ വിശ്വാസികളും. അവർ കാര്യങ്ങളെ വിശകലനം ചെയ്യട്ടെ, ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളട്ടെ. സനാതന ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളും ധർമ്മം, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, ഉപാസന എല്ലാം പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് സ്വയം പര്യാപ്തതയിലേക്ക് ഉയരേണ്ടുന്നതിൻ്റെയും അതുപ്രകാരം പ്രതികരിക്കേണ്ടുന്നതിൻ്റെയും ആവശ്യകത ഇവിടെയാണ്. പ്രതികരിക്കുവാനായിട്ടുള്ള ആർജവം, ധീരതയും എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. താങ്ക് യു.